الحمد لله نحمده ونستعينه ونستغفره ونستهديه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. الله تعالى يقول في قرآنه المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون فأنجينا الذين ينحون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ സ്വന്തത്തോടെന്ന പോലെ നിങ്ങളോട് വളരെ കാര്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഒരു ആമുഖമില്ലാതെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഊതിവെച്ച, നിങ്ങളെ കേൾപ്പിച്ച 2 വചനങ്ങൾ, അത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പല വിഷയങ്ങളും തുടർച്ചയായി എടുത്ത് വരുന്ന ആയതുകൊണ്ട് മറ്റൊരു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തം, നമ്മളത് പരമാവധി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ദഅവത്ത് എന്നുള്ളത്. നമ്മുടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നാം ആജ്ഞാപിക്കപ്പെട്ടവരാണ്. അതില്ലാതെ പലരും അവർക്കിഷ്ടം പോലെ, അവരിച്ഛിച്ച പോലെ തെറ്റുകളിലൂടെ വ്യാപരിക്കുന്നത് നമ്മൾ കാണാൻ കഴിയുന്നു. അപ്പോഴൊക്കെ നമ്മൾ അതിൽ മൗനമവലംബിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹായത അവിടെ തുറന്നു വെച്ച്, അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഞാൻ എൻ്റെ പണി നോക്കിയാൽ മതിയല്ലോ എന്ന ഒരു ധാരണ പലപ്പോഴും പല ആളുകളിലും പല സമൂഹങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എത്രമാത്രം ഗൗരവതരമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന 2 വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒതുക്കി വച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരിചയമുള്ളതുപോലെ സൂറത്തുൽ മാഇദ എന്ന അധ്യായത്തിലെ 2 വചനങ്ങളാണ്. 164, 165 വചനങ്ങൾ. ഇത് കാലത്ത് ഉമ്മത്തും മിൻഹും, അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. നിങ്ങൾ ഖുർആൻ വായിക്കുന്നവരും പഠിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരിൽ എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ സ്ഥിതിഗതികൾ പറഞ്ഞു വരുന്ന, വിശദീകരിച്ച് വരുന്ന ഒരു അധ്യായമാണ്. വളരെയധികം ആയത്തുകളും അതുമായി ബന്ധപ്പെട്ടതുമാണ്. അവിടെ പറയുന്നത് അവരിൽപ്പെട്ട ഒരു സമൂഹം പറഞ്ഞ സന്ദർഭം ഓർക്കുക. ഇത് കാലത്ത് മിൻഹും ഉമ്മത്തുൻ മിൻഹും. എന്താ പറഞ്ഞത്? ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലിക്കുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അള്ളാഹു അവരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ എന്തോ ചെയ്യട്ടെ, നിങ്ങൾക്കെന്താ കാര്യം? നിങ്ങൾ എന്തിനു ഉപദേശിക്കാൻ പോകുന്നു? അപ്പോൾ എന്തോ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് ആ സമൂഹത്തിലെ മറ്റൊരു വിഭാഗം ഉപദേശിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്തൊരു വിഭാഗത്തെ
ആ കാര്യവും നമുക്കറിയാം. ബനൂ ഇസ്രായേലിയർ അവരുടെ ചെയ്ത തെറ്റിന് അല്ലാഹു തആല അവരുടെ മുമ്പാകെ വിശദീകരിച്ച് പറയുന്നില്ല. ശനിയാഴ്ച മത്സ്യം പിടിക്കരുത് എന്ന് പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടതാണ്. പക്ഷേ അവർ മത്സ്യം പിടിച്ചിട്ടില്ലെങ്കിലും മത്സ്യത്തെയൊക്കെ തടഞ്ഞു വെച്ചു, മറ്റൊരു സന്ദർഭം നോക്കി അത് എടുക്കാമെന്നുള്ള രീതിയിൽ. അതാണെങ്കിലും അത് ശരിയല്ലല്ലോ. അള്ളാഹു പറഞ്ഞ, അവരെ ഉപദേശിച്ച് അവരെ ബോധ്യപ്പെടുത്തിയ കാര്യത്തിന് വിപരീതമാണല്ലോ ഇത് എന്ന് മനസ്സിലാക്കി മറ്റൊരു വിഭാഗം വന്നുകൊണ്ട് പറഞ്ഞത്, നീ ഉപദേശിച്ച ആളുകളോട് ഇവരോട് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ട ആവശ്യം നിങ്ങളുടെ അള്ളാഹു വിലക്കിയതല്ലേ? അതിനവർക്ക് പല ന്യായങ്ങളുമുണ്ട്. പല വിധത്തിലും വ്യാഖ്യാനത്തിലൂടെയൊക്കെ മറുപടി കണ്ടെത്താൻ കഴിയുന്ന, നമ്മൾ കേൾക്കാറുള്ള, നമുക്ക് പരിചയമുള്ള സംഗതിയാണത്. അവർ പറഞ്ഞു, ഞങ്ങൾ മത്സ്യമൊന്നും പിടിക്കുന്നില്ലല്ലോ, മത്സ്യത്തെ തടഞ്ഞു വെച്ചതല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓതി വെച്ചായതിലൂടെ ലിമ ഒരു വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു ലിമ തഅലൂൻ അവർ ഉപദേശിച്ചു. നിങ്ങളെന്തിനാണ് അവർ ഉപദേശിക്കാൻ പോകുന്നത്? ലിമ തഅലൂന ഖൗമൻ, നിങ്ങൾ എന്തിനാണ് അല്ലാഹു ഒരു വിഭാഗത്തെ തടയുന്നത്? അവരെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവരുടെ കാര്യത്തിൽ അള്ളാഹു നോക്കിക്കൊള്ളുമല്ലോ. ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യം? അപ്പോൾ തെറ്റ് ചെയ്യരുത് എന്ന്, ഈ കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞവരോട് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്തിന് ഇവരെ ഉപദേശിക്കാൻ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തെറ്റ് ചെയ്തൊരു വിഭാഗം, ആ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം, ആ പറയുന്നവരെ ഉപദേശിക്കുന്ന മറ്റൊരു വിഭാഗം, മൂന്നാമത്തെ വിഭാഗം, നിങ്ങൾ എന്തിനു ഉപദേശിക്കാൻ പോകുന്നു? ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലാഹു അവരെ ശിക്ഷിക്കുക നശിപ്പിക്കുക എന്തോ ആവട്ടെ, കാര്യം കഠിനമായി ശിക്ഷിക്കട്ടെ, നിങ്ങൾക്കെന്ത് കാര്യം എന്നുള്ളത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും വ മുഅദ്ദിബുഹും അദാബൻ ശദീദ. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പക്ഷേ ഇതിൽ നിന്ന് അവരെ ഉപദേശിച്ചാൽ, അതിന് അവർ പറയുന്നത്, അത് മഅ്ദിറത്തൻ റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയണം. അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യമുണ്ടാകും എന്നുള്ളത് സംശയമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. നിങ്ങൾ എന്തിനു ഉപദേശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഉപദേശിക്കുന്ന ആളുകളുടെ മറുപടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. മഅ്ദിറത്തൻ റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ്റെ മുമ്പിൽ ഒഴികഴിവ് പറയാൻ വേണ്ടി, ഉദുർ പറയേണ്ടി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യമുണ്ടാകും. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു വിഭാഗം ചെയ്താൽ, ആ തെറ്റാണ്, ശരിയല്ലല്ലോ എന്ന രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും, അവരതിൽ നിന്ന് പരമാവധി പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അത് നാവ് കൊണ്ട് തടയാൻ, നിങ്ങൾ ചെയ്യരുതെന്ന് പറയാൻ കഴിയാണ് അങ്ങനെ, കൈകൊണ്ട് തടയാൻ കഴിയാണ് അങ്ങനെ, ഒന്നുമില്ലെങ്കിൽ സംഗതിയോട് കൂടിയ മനസ്സിൽ വിഷമവും പ്രയാസവും, ഞാൻ ഉപദേശിച്ചു, ഞാൻ അവരോട് പറഞ്ഞു, കേട്ടില്ലല്ലോ എന്ന രീതിയിലാണെങ്കിലും അതൊരു അഫ്ൽ ഈമാൻ, അതൊരു ഈ വിശ്വാസത്തിൻ്റെ ഏറ്റവും താഴേക്കടയിലുള്ള ഒരു ചെറിയ ദുർബലമായ ഒരു തട്ടാണ്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. നിങ്ങളൊരു നിഷിദ്ധമായ കാര്യം കണ്ടാൽ അത് നിങ്ങൾ തടയുക, കൈകൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെറുപ്പ് തന്നെങ്കിലും കാണിച്ചുകൊണ്ട് നമ്മുടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അത്രയും കഴിഞ്ഞില്ലോ എന്ന് സമാധാനിക്കുക, അതേ നിവൃത്തിയുള്ളൂ. പക്ഷേ ഇവിടെ അതാണ് മൂന്നാമത് വിഭാഗം എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് പണിയെടുക്കുന്നത് എന്ന്. അതിന് അവരുടെ മറുപടിയാണ് ശ്രദ്ധേയമായത്. മഅ്ദിറത്തൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ, ഉഴുതുറ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയണം അള്ളാഹുവിന് മുമ്പിൽ. അള്ളാഹുവെ, ഞങ്ങൾ അവരോട് വിലക്കി, അവരോട് പറഞ്ഞു, അവരെ ബോധ്യപ്പെടുത്തി, മനസ്സിലാക്കി, നിങ്ങൾ തിരുത്തണം, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലക്ക് ഒഴികഴി പറയാനാണ്. വലഅല്ലഹും യത്തഖൂൻ, അതേപോലെ ഒരു പക്ഷേ അവർ സൂക്ഷ്മാലുക്കളായെങ്കിലോ, കണ്ടാൽ നമുക്ക് തോന്നും അവരൊന്നും കേൾക്കില്ല, അനുസരിക്കില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിലും ഒരു പക്ഷേ ഏതെങ്കിലും സന്ദർഭത്തിൽ ആരുടെ വാക്കിലാണ്, എങ്ങനെയുള്ള സമീപനത്തിലാണ് അവർ അതിൽ നിന്ന് മാറുന്നത് നമുക്കറിയാൻ പറ്റും. നമുക്കെത്രയോ അങ്ങനെ ഉദാഹരണങ്ങൾ ഉണ്ടാകും. ഒരിക്കലും നന്നാവില്ല, നമ്മുടെ കൂടെ വരില്ല, നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കില്ല എന്ന് തീരുമാനിച്ചുറച്ച നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ സത്യാവസ്ഥകൾ തിരക്കി അന്വേഷിച്ച് പഠിച്ച് തിരിച്ച് നമ്മിലേക്ക് വരുന്നത് എത്രയോ ആളുകൾ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത്, ആ ഉത്തരവാദിത്തത്തിൽ അവർ കാണിച്ചേണ്ട പ്രതീക്ഷ കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ മറുപടി പറയാൻ കഴിയുമല്ലോ, പറയാൻ കഴിയണം.
അതേപോലെ വലഅല്ലഹും യത്തഖൂന, ഒരു സൂക്ഷ്മാലുക്കളായെങ്കിലോ, അത് നമ്മുടെ ചില വാക്കുകൾ കൊണ്ടായിരിക്കാം, വളരെ നിസ്സാരമായി നമുക്ക് കാണാം. പക്ഷേ അതുകൊണ്ട് അള്ളാഹു എങ്ങനെയാണ് എപ്പോഴാണ് അവർക്കതിനുള്ള വെളിച്ചം കൊള്ളുക നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മൾ പിന്തിരിഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ എത്രത്തോളം പറഞ്ഞാൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തെ സംബന്ധിച്ചൊക്കെ ധാരാളം പല സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും സൂറത്ത് മാഇദ എന്ന അധ്യായത്തിൽ കുറേ ഭാഗം ഓതി നോക്കിയാൽ നിങ്ങൾ കാണാൻ കഴിയും. അവിടെ വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅദുഹും ഔലിയാഉ ബഅദിൻ, വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ബന്ധുക്കളാണ്, മിത്രങ്ങളാണ്. ആ നിലക്ക് അന്യോന്യം കാണുകയും നന്മ കൊതിക്കുകയും ആശിക്കുകയും ആഗ്രഹിക്കുകയും അത് പറയുകയും ആ വിധത്തിലുള്ള കൂട്ടായ ജീവിതത്തിൽ ആയിരിക്കും അവൻ. അവിടെ ആദ്യമായി പറയുന്നത് യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകരി എന്നാണ്. നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാണ് അവർ. ആ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് എന്ന് പറഞ്ഞ ഈ ഭാഗം. അപ്പോൾ വിശ്വാസികളും വിശ്വാസിനികളും, വിശ്വാസികൾ മാത്രമല്ല വിശ്വാസിനികളും, യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുന്നവരാണ്, വയൻഹൗന അനിൽ മുൻകരി, തിന്മ വിലക്കുന്നവരാണ്, തടയുന്നവരാണ്. ആദ്യത്തെ വിശേഷണം അതാ പറയുന്നത്. പിന്നീടാണ് പറയുന്നത്, പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത, അവർ നമസ്കാരം പതിവായി നിർവഹിക്കുന്നവരാണ്, നിലനിർത്തുന്നവരാണ്, അതേപോലെ സക്കാത്ത് നൽകുന്നവരാണ്. ആ രീതിയിലുള്ള പ്രയോഗങ്ങൾ നോക്കൂ നിങ്ങൾ. അതേപോലെ വയുതീഉന അല്ലാഹ വറസൂലു, അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നവരാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ്, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു അവരിൽ കാരുണ്യം വർഷിക്കും, കരുണ കാണിക്കും എന്നാണ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പറഞ്ഞു പോകുന്നത്. പിന്നെ അവർക്കുള്ള ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ, ആ സ്വർഗത്തേക്ക് ജന്നാത്തു അജ്നിൻ, നിവാസയോഗ്യങ്ങളായ തോട്ടങ്ങൾ, സ്വർഗം അത് തന്നെ അരികെ തന്നെ താഴ്ഭാഗത്തൂടെ നദികൾ നിർഗളിക്കുന്ന എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൽ ശാശ്വതവാസികളായി കഴിഞ്ഞുകൂടുന്നവരാണ്. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ റിളവാൻ അവർക്ക് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുന്ന അതിന് ഒരുക്കങ്ങളും മറ്റ് വാഹനങ്ങളുമൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് ഒരു വാഹനം തികയാതെ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പരിസരത്ത് എവിടെയെങ്കിലും നമ്മുടെ സഹോദരന്മാരുടെ അടുക്കലെങ്കിലും ഒന്നിലധികം വാഹനങ്ങളുണ്ടോ, ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഒന്നോ രണ്ടാൾക്ക് കയറാൻ കഴിയുന്ന സൗകര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു ഉടനെ പല ഭാഗങ്ങളിലും അന്വേഷിച്ചു തിരിച്ചു വന്നു. പ്രവാചകരെ, ഒരു വാഹനം കണ്ടെത്തിയിട്ടുണ്ട്, ഒരാൾക്ക് പോകാൻ കഴിയുന്ന സൗകര്യമുള്ള ഒരു വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പ്രതികരിച്ചത്, ഇത് മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു അജ്റു മിസ്ലു ഫാഇലിഹി എന്ന്. ആരെങ്കിലും ഒരു നന്മ അറിയിച്ചാൽ അവനുണ്ട് ഫലഹു മിസ്ലു അജ്രി ഫാഇലി, അജ്രി മിസ്ലി ഫാഇലി, അത് ചെയ്തവൻ്റെ അതേപോലെയുള്ള പ്രതിഫലം. ചെയ്താലുള്ളത് കിട്ടുന്ന, അതിന് പുറമെ അത് ആര് ചെയ്യുന്നോ, അത് കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ആരാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നവൻ്റെ പ്രതിഫലം ഇത് പറഞ്ഞു കൊടുത്തവനുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാര്യം അവിടെ പോയി അന്വേഷിച്ചു വന്നു എന്നുള്ളതാണ് വിഷയം. പക്ഷേ അതിന് പ്രവാചകൻ്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് പറഞ്ഞത്. ഒരാൾക്ക് നമുക്കറിയുന്ന കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ, അതുമായി നമ്മളങ്ങനെ കഴിഞ്ഞു പോയത് കൊണ്ടത്തെ ആ കാര്യം അത് അറിയാത്തവന് പഠിപ്പിച്ചു കൊടുക്കണം. ലയംനഅന്ന അഹദുക്കും മൻ യഖൂല ബി ഹഖിൻ, ഒരു സത്യം പറയുന്നതിന് നിങ്ങളിൽ ഒരാളെ തടയാതിരിക്കട്ടെ. ഹൈഅത്തുന്നാസ്, ജനങ്ങളെക്കുറിച്ചുള്ള പേടി. ലയംനഅന്ന അഹദുക്കും ഹൈഅത്തുന്നാസ്, ജനങ്ങളെക്കുറിച്ചുള്ള പേടി നിങ്ങളെ തടയാതിരിക്കട്ടെ. ആ പ്രയോഗം ലയംനഅന്ന, നിങ്ങളെ തടയാതിരിക്കട്ടെ. ഹൈഅത്തുന്നാസ്, ജനങ്ങളെക്കുറിച്ചുള്ള പേടി. ആ വിധത്തിലുള്ള കുടുംബത്തെയോ ബന്ധപ്പെട്ടവരെയോ സുഹൃത്തുക്കളുടെയോ നമ്മുടെ താമസിക്കുന്ന ചുറ്റുപാടിനെയൊക്കെ ഭയന്നുകൊണ്ട് ഞാനെങ്ങനെയാണെന്ന് പറയുക, ഞാൻ പറയണോ, പറഞ്ഞാൽ വിഷമമല്ലേ, എനിക്ക് ബുദ്ധിമുട്ടല്ലേ, എനിക്കും കുടുംബത്തിനും വളരെ പ്രയാസങ്ങളാവുമല്ലോ എന്ന ഒരു വിധത്തിലുള്ളൊരു ഭീതിയോ ഭയമോ നിങ്ങളെ ഒരാളെയും സ്വാധീനിക്കാതിരിക്കട്ടെ, തടയാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ആ പേടി, അവരെക്കുറിച്ചുള്ള പേടി. എന്തിന്? അൻ യഖൂല ബിഹഖിൻ, ഒരു സത്യം പറയുന്നതിന്. ഇതാ അലിമുഹു, അറിഞ്ഞു കഴിഞ്ഞു. ഒരു സത്യം ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് അത് പറയണോ?
പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ മറ്റ് കൂട്ടുകാരൻ എന്നെ വിലക്കുമോ, എനിക്ക് തടസ്സം സൃഷ്ടിക്കുമോ എന്ന ആ ഒരു ചിന്തയൊന്നും യഥാർത്ഥം നമ്മെ സ്വാധീനിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. നമ്മളിതിനേക്കാളും വലിയ വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയാതെ ഒഴിഞ്ഞു മാറിപ്പോകാറില്ലേ? ഞാൻ നിങ്ങളുമൊക്കെ ചെയ്തു പോകാറില്ലേ? അവിടെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ചെറുതായി നമുക്ക് തോന്നാം, നിസ്സാരമായി നമ്മൾ കരുതുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് വലിയ ഗുണമാണ് നമുക്കുള്ളത്. ഒരു തെറ്റ് ചെയ്യുന്ന ആളുകളെ അത് നമ്മളെ വിലക്കാൻ നമ്മൾ തയ്യാറാവാതിരുന്നാൽ അത് വളരെ വലിയ അപകടമാണ്. ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെ മുൻകഴിഞ്ഞ പല പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ആളുകളോട് ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഈ ദഅവത്ത് എന്ന പ്രക്രിയ അത് ചെറുതല്ല. അതേക്കുറിച്ച് പറയുന്നത് മാലൂം പ്രസ്താവ്യമാണ്. മാക്കാമ ദീനും മിനൽ അദിയാനി വലന്തശറ മദ്ഹബും മിനൽ മദാഹിബി. അതേപോലെ വലാബദാം അബ്ദഉം മിനൽ മബാദി. ഇവിടെ ലോകത്ത് ഒരു സംരംഭങ്ങളും, അതായത് ഒരു ദഅവത്ത്, ആ നിലക്കുള്ള ഒരു മാക്കാമ ദീനും മിനൽ അദിയാനി, ഒരു മതവും ഇവിടെ സ്ഥാപിതമായിട്ടില്ല, ഒരു ദീൻ. അതേപോലെ തന്നെ ഒരു മദ്ഹബും ഇവിടെ ഉടലെടുത്തിട്ടില്ല, അല്ലെങ്കിൽ സ്ഥാപിതമായിട്ടില്ല. അബ്ദഉം മിനൽ മബാദി, ഒരു സംരംഭവും ലോകത്തോടെ ഉണ്ടായിട്ടില്ല. ഇല്ലാ ബിദ്ദഅവത്തി, ദഅവത്ത് കൊണ്ടല്ലാതെ. ദഅവത്താണ് ഇതിനൊക്കെ മുന്നിൽ ഇതിലേക്ക് കൊണ്ടുവന്നതും ആ നിലക്കുള്ള മനോഗതി ഉണ്ടാക്കിത്തീർത്തതും അതിലേക്ക് തിടക്കം കൂട്ടി അത് ചെയ്യാൻ താല്പര്യമെടുത്തതിൻ്റെയൊക്കെ പിന്നിൽ ഈ വിധത്തിലുള്ള അങ്ങനെ ഇതാണല്ലോ വേണ്ടത്, ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണല്ലോ പറയേണ്ടത്, ഇതാണല്ലോ ദീന്, ആ കാര്യമാണ് ആ നിലക്കുള്ള ഉപദേശങ്ങൾ വരുമ്പോൾ അത് തെറ്റാണല്ലോ, അത് ശരിയല്ലല്ലോ, അത് നമുക്ക് ചെയ്തുകൂടല്ലോ എന്ന് പറയാൻ കഴിയണം. കൂട്ടത്തിൽ നന്മകൾക്ക് വേണ്ടി നന്മയിലേക്കുള്ള വെളിച്ചം വീഴ്ചുന്ന രീതിയിലുള്ള സംസാരങ്ങളും ആ നിലക്കുള്ള പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ നിലക്കുള്ള ഇതിനപ്പുറം ആ വിധത്തിലുള്ള ഒരു ജീവിതവും കൂടി കഴിഞ്ഞാൽ എത്ര ഉന്നതമായിരിക്കും, മാതൃകാപരമായി ഓരോരുത്തരുടെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെയൊന്നും പറയാൻ പറയുന്നില്ലെങ്കിലും ചെയ്യുന്നില്ലെങ്കിലും അതിൽ അവസരമില്ലെങ്കിലും അങ്ങനെ സാധിക്കാതെ വന്നെങ്കിലും തൻ്റെ ജീവിതം തന്നെ ഒരു നമസ്കാരം കൃത്യമായി, എന്ത് പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും വിഷമഘട്ടങ്ങളും ഉണ്ടെങ്കിലും അത് കൃത്യമായി പള്ളിയിൽ പോയി ജമാഅത്താണെങ്കിൽ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളുടെ സ്ഥിതി അത് കണ്ടാൽ മറ്റുള്ളവർക്ക് നോക്കൂ നിങ്ങൾ. അയാളുടെ അതേപോലെ സത്യസന്ധനാണ്. ആ വിധത്തിൽ ജീവിതത്തിലുടനീളമുള്ള പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധേയമായ രീതിയിൽ, ആകർഷകമായ രീതിയിൽ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തിൽ പെരുമാറുന്നു എന്നുള്ളത് തന്നെ എത്രമാത്രം അതിമഹത്തായ ഒരു കാര്യമാണെന്ന് ഓർത്ത് നോക്കും നിങ്ങൾ. ആ വിധത്തിൽ നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അപ്പോൾ ലോകത്തുണ്ടായ ഇത്തരം എല്ലാവിധ ഉത്ഥാന പതനങ്ങളുടെയും അതൊക്കെ കാരണമാക്കിയത് ദഅവത്താണ് എന്നാണ് പറഞ്ഞത്. അതിന് താഴെ തന്നെ അവർ പറയുന്നത് വലാ ഹലക്കത്ത് ഉമ്മത്തുൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു സമുദായവും നശിച്ചു പോയിട്ടില്ല, ഇല്ല അൻ അഴറലത്ത് അനി ദഅവത്തി, ദഅവത്തിനെ അവഗണിച്ചത് കൊണ്ടല്ലാതെ. നമ്മൾ പറഞ്ഞത് നേരെ വിരുദ്ധമായി. എന്ത് പറയാനാണ്? അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ, എനിക്കെന്തെല്ലാം ജോലിയുണ്ട്, എനിക്കെന്തെല്ലാം തിരക്കുകളുണ്ട്, ബദ്ധപ്പാടുണ്ട്, അതുകൊണ്ട് ഞാനത് പറയാൻ നിൽക്കുന്നില്ല. അത് അയാളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന രീതിയിൽ വിചാരിക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ വലിയ പ്രസംഗം ഒരു മെമ്പർ ഉണ്ടാക്കി പ്രസംഗം പീഠം വെച്ച് അവിടെ കയറി പറയുന്നത് മാത്രമാണ് ദഅവത്ത് എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. നീ അതേക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹു തആല നമ്മോട് ചോദിക്കുന്നതിന് അവസരമുണ്ടാക്കാതെ, പടച്ചവനെ ഞാൻ എന്നെ കഴിയുന്ന കാര്യം ഞാൻ അവരെ വിലക്കിയിട്ടുണ്ട്, അവർക്ക് സത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ആ സത്യത്തെ ഞാൻ അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം, എന്ന് വിചാരിക്കാൻ കഴിയണം. ആ നിലക്കുള്ള ജീവൻ നയിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ എന്ന് സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യത്തിൻ്റെ ഗൗരവം ഓർത്തുകൊണ്ട് വളരെ പ്രാധാന്യപൂർവ്വം ഈ വിഷയം ചെയ്യണം. ബനു ഇസ്രായേലിലെ സംഭവം നിങ്ങൾ ഓർത്ത് നോക്കൂ. അവരെ ലൊഇനല്ലദീന കഫറു മിൻ അലാ ലിസാനി ദാവൂദ് വഈസ ബിൻ മറിയം, ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും നാവിലൂടെയും അതേപോലെ ലൊഇന ലദീന കഫറു അലാ ലിസാനി ദാവൂദ് നബിയുടെ നാവിലൂടെയും ഒക്കെ ശപിക്കപ്പെട്ടു എന്നാണ്. അത് കാനൂ ലാ യതനാഹൗന അൻ മുൻകരീന, നിഷിദ്ധമായ കാര്യങ്ങൾ കണ്ടാൽ, തെറ്റ് കണ്ടാൽ അവർ അന്യോന്യം വിലക്കിയില്ല എന്നാണ്. അവരന്യോന്യം അതിൽ പങ്കാളികളായി അങ്ങനെ അവരും ചെയ്തു. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റുകൾ ചെയ്ത് ജീവിച്ചു, ഉപദേശിച്ചില്ല എന്നാണ് കാരണം പറയുന്നത്. ഫബീസമാ കാനൂ യഫ്അലൂൻ, എത്രമാത്രം ചീത്തയാണ് അവർ ചെയ്തത് എന്ന് പറയുന്നു. അപ്പോൾ ആ അവസ്ഥ നമുക്കുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം.
നമ്മുടെ അവസാന സമയം വരെ പരമാവധി എന്തെങ്കിലും തരത്തിലുള്ള നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ആ നന്മയുടെ വിചാരത്തോടുകൂടി ആ നിലക്കുള്ള ശ്രദ്ധയോടുള്ള ജീവൻ നയിക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് കഴിയണം. തിന്മയെ തടയുകയും വിരോധിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിങ്ങൾ മാറി നിൽക്കാൻ പാടില്ല എന്ന കാര്യം നാം പ്രത്യേകം സന്ദർഭങ്ങൾ ഉണർത്തുകയാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത്, ഇന്നകും ലതഉമുറുന്ന ബിൽ മഅറൂഫ്, നിശ്ചയം നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കേണ്ടുന്നവരാണ്. അതിൻ്റെ പ്രയോഗങ്ങൾ അറബി പഠിക്കുന്ന നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വേറെ ഇന്നക്കു നിശ്ചയം നിങ്ങൾ ലതഉമുറുന്ന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കേണ്ടുന്നവരാണ്. ഇതൊരു ഉദാരതയുടെ ഔദാര്യത്തിൻ്റെയോ മനോഭാവമല്ല ഉണ്ടാവേണ്ടത്. അള്ളാഹു പറഞ്ഞതാണ്, എൻ്റെ കടമയാണ്. അവർ നന്നായെങ്കിലേ എനിക്ക് ഗുണമുള്ളൂ. എനിക്ക് അവരെ ആ വഴിക്ക് ഞാൻ വിട്ട് അവർ തെറ്റിലൂടെ ചലിക്കുന്നതിൽ ഞാൻ അങ്ങനെ നിസ്സഹായനായി മാറി നിന്നാൽ എനിക്ക് ദോഷമാണ്, അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്നുള്ള ബോധം നമുക്ക് വേണം. ആ വിധത്തിൽ ഇന്നകും ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിശ്ചയം നിങ്ങൾ നന്മ കൽപ്പിക്കേണ്ടുന്നവരാണ്. വല തൻഹൗന അനിൽ മുൻകരി, നിഷിദ്ധത്തെ കാര്യങ്ങളെ നിങ്ങൾ തടയേണ്ടുന്നവരാണ്. നിശ്ചയം, സംശയമില്ല. അവല യൂഷിക്കന്നല്ലാഹ യുബഅസ അലൈക്കും ഇഖാബൻ മിൻ ഇൻദി, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരാറാകുന്നു. നിങ്ങൾ കരുതണം, ആലോചിക്കണം. ഇങ്ങനെ ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം, ഇങ്ങനെ ശിക്ഷ വരാനുള്ള സാധ്യതയുണ്ട്. സുമ്മല തദ്ഉനഹു, പിന്നെ നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കും. ഫലാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകില്ല. ഇത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് എത്രയോ കാണാൻ കഴിയുന്നു. എത്ര സമുദായങ്ങളും രാജ്യങ്ങളും ഒക്കെ നാം നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ ഓർത്തില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? എന്നുള്ള അർത്ഥത്തിൽ എത്ര സ്ഥലങ്ങളിലാണ് കന്ന് അവലം യറൂകം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിനൽ ഖുറൂനി യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ഫലാ യസ്മഊന. അവർ കേൾക്കുന്നില്ല. കാണാനത് കഴിഞ്ഞോളാം, കാണാൻ കഴിഞ്ഞ് പിന്നീട് പറയുന്നുണ്ട്, കാർമേഘം നിങ്ങൾക്ക് അയച്ചു തന്ന് കാർമേഘത്തിലൂടെ അതാ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾക്ക് മഴയും ആ നിലക്കുള്ള സൗകര്യങ്ങളും ഒക്കെ തന്ന അള്ളാഹുവിൻ്റെ കഴിവ് നിങ്ങൾ ഓർത്ത് നോക്കുക. ആ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ? സൂറത്ത് സജ്ജതയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വെള്ളിയാഴ്ചയുടെയും രാവിലെയൊക്കെയുള്ള നമസ്കാരത്തിൽ. അപ്പം ആ വിധത്തിൽ കഴിഞ്ഞുപോയ സമൂഹത്തിൻ്റെ നാശത്തിന് വിധേയമായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പറഞ്ഞത് കേൾക്കാത്ത, അനുസരിക്കാത്ത, ഇഷ്ടാനുസൃതങ്ങളായി ജീവിച്ചിരുന്ന ആളുകൾക്കുണ്ടായ ശിക്ഷയെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളിലും ഉറപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ പ്രദേശത്തുമൊക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇതുവഴി ആയില്ല എന്ന് വിചാരിക്കണമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ പരമാവധി ശ്രദ്ധിച്ചു പോകണം. അവത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലായിരിക്കണം നമ്മുടെ ജീവിതം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദിഹി വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അയ്യുഹൽ ഇഖ്വാന വൽ അഖവാത്ത് ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹി സാനി. മാന്യ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുമായി തീരാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് കാര്യമായി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധ കൊടുത്തുകൊണ്ട്, മനസ്സ് കൊടുത്തുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ദഅവത്ത് എന്നുള്ളത്. ദഅവത്ത് യഥാർത്ഥത്തിൽ ഉദ്ദേശം അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മോചിതരാവാൻ, അതേ വിധത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ആ സ്വർഗത്തിൽ നമുക്ക് കടന്നു ചെല്ലാൻ. ഇത് രണ്ടിനും വഴിയൊരുക്കുന്ന വിഷയമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതേ വിധത്തിൽ തന്നെ സ്വർഗത്തിൽ ആ നിലക്ക് നമുക്ക് എത്തിച്ചേരാനും കഴിയുമെന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തില്ലേ, അവർ നിങ്ങളെന്തിനു ഉപദേശിക്കുന്നു എന്ന് ചോദിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞില്ലേ, ഇത് ഏറ്റവും മോശമായ കാര്യങ്ങളാണ്. അതിന് അതിൻ്റെ ആയത്തിൽ പറയുന്നത് 64-65 വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്,
അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ എന്നാണ്. ചീത്ത തെറ്റായ കാര്യം തടഞ്ഞ ആളുകളെ നാം രക്ഷപ്പെടുത്തി എന്നാണ്. അപ്പോൾ അതാരാണ്? നിങ്ങൾ ചെയ്യരുത്, തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ, അവരെയാണ് അല്ലാഹു തആല രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം അത് ചെയ്ത ആളുകളോട് നിങ്ങൾക്കെന്താ വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചൊരു കൂട്ടരുണ്ടല്ലോ. ഇതിനോട് വിമുഖത കാണിച്ച, പിന്മാറി നിന്ന, അല്ലെങ്കിൽ ആക്ഷേപിച്ചൊരു വിഭാഗം ഉണ്ടല്ലോ. തെറ്റ് ചെയ്തവർ, തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞവരോട് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അത് അള്ളാഹു നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ എന്തോ ചെയ്തിട്ട് നിങ്ങൾ എന്തിനതില്ലേ അത് ഇടപെടുന്നു എന്ന ചോദ്യം ഇന്നും നിത്യപ്രസക്തമാണ്, എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വിഷയവും വളരെ നിത്യപ്രസക്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് അവസരം കൊടുക്കാതിരിക്കണം. അൻജൈനല്ലദീന യൻഹൗന അനിസ്സൂഇ വഅഖ്ദനല്ലദീന ളലമൂ ബിഅദാബ്, നാം അവരെ പിടിച്ചു ശിക്ഷിച്ചു. വഅഖ്ദനല്ലദീന ളലമൂ, തെറ്റ് ചെയ്ത ആളുകളെ. ആരാണത്? നിങ്ങൾ ചെയ്യരുണ്ട, നിങ്ങൾ പണിയെടുത്താൽ പോരെ എന്ന് പറഞ്ഞ്, അതാണ് തെറ്റ്. അവരെ നാം പിടിച്ചു ശിക്ഷിച്ചു. ബിഅദാബിൻ ബഈസിൻ, വളരെ വലിയ ശിക്ഷയാണ് നൽകിയത്. നീചമായ, വളരെ എല്ലാം കൊണ്ടും വളരെ മോശമായ രീതിയിലുള്ള ശിക്ഷ അവർക്ക് നാം നൽകും. കഠിനമായ ശിക്ഷ നൽകും. ബിമാ കാനു യഫ്സുഖൂൻ, അത് അക്രമികളാണെന്ന് പറഞ്ഞു. അതിൻ്റെ പുറമെ ബിമാ കാനു യഫ്സുഖൂൻ, അവർ അധർമ്മം പ്രവർത്തിച്ച, ആ വിധത്തിൽ തെറ്റുകൾ ചെയ്ത ആളുകളായതുകൊണ്ട് എന്നാണ്. ആ രീതിയിലാണ് അള്ളാഹുവിൻ്റെ പരാമർശമുള്ളത്. ഇങ്ങനെയുള്ള മനോഭാവം കാണിച്ചാൽ ഉണ്ടാവുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലായിടങ്ങളിലും ശ്രദ്ധിക്കേണ്ടുന്ന പ്രാധാന്യമേറിയ വിഷയമാണ്. അത് ശ്രദ്ധിക്കാതെ പോകുന്നത്, അതിനനുസാരവൽക്കരിച്ചത് കൊണ്ടൊക്കെ പലപ്പോഴും പല വിധത്തിലുള്ള അനർത്ഥങ്ങളും നാശങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമുക്കുണ്ടായി എന്ന് വരും. നമ്മൾ കഴിയുന്നിടത്തോളം ആ വിഷയത്തിൽ സഹകരിക്കുകയും, വേണ്ടപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പറയുന്ന ആ സന്ദർഭങ്ങളെ നമ്മൾ പരിഗണിക്കുകയും അതിനൊരു ഒത്താശ ചെയ്ത് കൊടുക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു അങ്ങനെ കൗം ഉണ്ടാവട്ടെ എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. സൂറത്ത് അലി ഇമ്രാൻ എന്ന നിങ്ങൾ ധാരാളം വായിച്ചു പോയതായി 104-ാമത്തെ വചനവും 110-ാമത്തെ വചനവും. വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിൽ ഒരു സമുദായം, ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്നാണ്. വൽതക്കും മിൻകും ഉമ്മത്തും, അത് യദ്ഉന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി എന്നാണ്. തെറ്റിനെ തടയുന്ന, നന്മ കൽപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവട്ടെ എന്നാണ്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ എന്ന് പറയുന്നത്. 110-ാമത്തെ വചനത്തിലും ആ നിലക്ക് കുന്തും, നിങ്ങളാണ് ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്. അങ്ങനെയാണ്. നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക. വതുഅ്മിനൂന ബില്ലാഹ്, അങ്ങനെ അള്ളാഹിൽ വിശ്വാസം ഉൾക്കൊള്ളുക എന്നതാണ്. നമ്മൾ ധാരാളം പഠിച്ചതാണ്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ സംഗതി മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നമ്മുടെ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മാറി വരും. ഇപ്പം ജനങ്ങളുമായി ധാരാളം ബന്ധപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. പല വിധത്തിലും ഓരോരുത്തർക്കും ഓരോ ആദർശവും നിൽക്കുള്ള, അത് ഏത് വിധത്തിലാണെങ്കിലും ശരി, അതേക്കുറിച്ചൊക്കെയുള്ള ഓരോരുത്തർക്ക് അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്നിടത്ത് മാന്യമായ രീതിയിലുള്ള അവതരണങ്ങളും ആ നിലക്കുള്ള പൂജ്യപ്പെടുത്തലുകളും ഒക്കെ ആവണം. ചണ്ടയോ പ്രശ്നങ്ങളോ വാക്കിലൊക്കെ ഉള്ള പല വിധത്തിലും തെന്നി മാറിപ്പോയാൽ നമുക്ക് ആ പ്രദേശത്ത് പ്രശ്നങ്ങളുണ്ടാകും. അതിലൊക്കെ എപ്പോഴും ഏത് പരിതസ്ഥിതിയിലും നമ്മൾ സന്തോഷപൂർവ്വം പെരുമാറാൻ കഴിയുന്ന ആ രീതിയിൽ അവന് സ്വീകരിക്കുന്നില്ല, സ്വീകരിക്കണ്ട. പക്ഷേ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ സമയമായി കഴിഞ്ഞ്, ഉപദേശിക്കുന്നിടത്ത് നമ്മൾ തന്നെ ആദ്യം ഒരു തീരുമാനം എടുക്കേണ്ടതില്ല. അവനോട് ഇപ്പോൾ പറഞ്ഞാൽ അപ്പോൾ ശരിയാകുമോ? അത് ശരിയാവും, അതിലകം വല്ല അറിയുന്ന മതി, അതിനല്ലെങ്കിൽ ആ നിലക്ക് പെരുമാറിയാൽ മതി. ഇപ്പോൾ ഖുർആൻ പറഞ്ഞിടത്ത് നിങ്ങൾ നോക്കൂ, ഫിറഔനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, അള്ളാഹുവിനെ ഏതായിരുന്നാലും അയാളുടെ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിന് ഈ മനുഷ്യൻ ആരാണെന്ന് അറിയാമല്ലോ. പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും ഹറൂൻ ഈയോടും ഒക്കെ അവർ രണ്ടുപേരോട് പറഞ്ഞെന്താണ്? ഇതവാ ഫിറഔൻ, നിങ്ങൾ രണ്ടുപേരും ഫിറൗന്റെ അടുക്കലേക്ക് പോകുക. ഖൂലാലഹു ഖൗലൻ ലയ്യിനൻ, നിങ്ങൾ വളരെ മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക. അദ്ദേഹം ആരോട്? ഈ ഫിറൗനോട്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, അവൻ ഒരുപാട് ചിന്തിച്ച് പാഠം ഉൾക്കൊണ്ടേക്കാം, അല്ലെങ്കിൽ യഖ്ശ, അല്ലെങ്കിൽ ഒരു ഭയമുണ്ടായിരിക്കാം, ഭയമുണ്ടാവാം. നിങ്ങൾ ഈ കാര്യം ചെയ്തോളൂ. പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് തന്നെ അറിയാം. അള്ളാഹുവിന് പറയുമ്പോൾ അള്ളാഹുവിന്
അത് അറിയാമല്ലോ ഈ ഫിറോൻ ഒരു വിധത്തിലും നന്നാകില്ല എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ കഴിയുന്നതും അയാളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം ഉണർത്താനാണ് നമ്മൾ പറയുന്നത്. പിന്നെ നമ്മളതിനെ സംബന്ധിച്ച് വിധി എഴുതി അയാളെ കാണണ്ട, അയാൾ പറയണ്ട, അയാളെങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കണ്ട. കഴിയുന്നിടത്തോളം നമ്മുടെ സമീപനങ്ങളുടെ ഒരു വളരെ മൃദുലമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് അതിനൊക്കെ ചെറിയ ഗൗരവം കൂട്ടേണ്ട സ്ഥലത്തും അതിൻ്റെ ആ വിധത്തിലുള്ള അതൊക്കെ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആളുകളോട് ആ രീതിയിൽ പറയുന്നത് കാര്യം നിർവഹിക്കുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടെന്നൊരു അവസ്ഥയെക്കുറിച്ച് ഞാൻ നിങ്ങൾ ഓർപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതായിരിക്കും ഗുണകരമായിട്ടുണ്ടാവുക. അതൊക്കെ സൂക്ഷിക്കേണ്ട സന്ദർഭങ്ങളാണ്. ആ വിധത്തിൽ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടയോടെ വളരെ അള്ളാഹു പറഞ്ഞ പ്രവാചകനും പഠിപ്പിച്ചു തന്ന ആ മാർഗങ്ങളിലൂടെ ജീവിച്ച് നമ്മുടെ ശരിയായ വഴികളിൽ എത്തിച്ചേരാനും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അതിൻ്റേതായ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കുവാനും കഴിയുന്ന സ്വർഗത്തിന് അവകാശികളായി മാറുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എല്ലാം എന്നുണ്ടെങ്കിലും അതെല്ലാം ലഘൂകരിച്ച് നമുക്ക് സമാധാനം നൽകുവാൻ അള്ളാഹു തയ്യാറാണ്. നമ്മുടെ മനസ്സ് ആ നിലക്ക് പശ്ചാത്തപിക്കുവാനും ആ നിലക്ക് തെറ്റുകൾ തിരുത്തി നല്ലവരായി തീരാനുമുള്ള ധാരാളം അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതോർത്തുകൊണ്ട് ഉള്ള അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു വരും. എല്ലാം നമുക്ക് തീർത്ത് കിട്ടില്ലല്ലോ. കുറേയൊക്കെ പരിഹരിച്ച് കിട്ടും. പരിഹരിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ഉയർന്ന വിധത്തിലുള്ള സ്വർഗീയ ജീവിതവും ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ പരലോകത്ത് കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലതോ. അത് അവിതർക്കിതമായൊരു വിഷയമാണ്. ആരും തർക്കിക്കാറില്ല അതിന്. അപ്പം അത് നമുക്ക് ലഭ്യമാക്കിയെടുക്കാൻ നാം ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار. يا حي يا قيوم برحمتك نستغيث. اللهم اصلح لنا في كل امورنا ولا تكلنا الى انفسنا طرفة عين. ഒരു നിമിഷ നേരത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ നീ ചെയ്തോളൂ എന്ന വിധത്തിൽ എന്നെ ഏൽപ്പിക്കരുതേ എന്നാണ് അള്ളാഹു പറഞ്ഞ ആ പ്രാർത്ഥനയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. അത് ഏകവചനത്തിൽ ഉപയോഗിച്ചത് അല്ലാത്തക്കിൽ നഫ്സി ഇലാ തർഫത്തായി, എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് നീ ചെയ്തോളൂ എന്ന് വിചാരിച്ച് ഒരു നിമിഷം പോലും, നിമിഷത്തിൻ്റെ എത്രയാ, ഒരു നമ്മുടെ കൺപോള ഒന്ന് തുറന്ന് അടയ്ക്കുന്ന ആ സമയമാണ്, അല്ലെങ്കിൽ അടച്ച് തുറക്കുന്ന സമയം എത്രയാണെന്ന് നമുക്കെന്നറിയാം. അത്രയും ചെറിയൊരംശമാണ്. ആ സമയം പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വിട്ടുപോകരുത് എന്നാണ്. എന്നെ കൈവിടുന്നൊരു സന്ദർഭം ഉണ്ടാകരുതേ എന്ന് പറയാൻ പഠിപ്പിച്ച പ്രവാചകൻ. പിന്നെ എങ്ങനെ നമ്മൾ ആ മറ്റുള്ള ആളുകളിലേക്ക് പോയി ഇന്നൊന്ന് കാക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ സഹായിക്കൂ എന്ന് പറയാനുള്ള അവസരം എവിടെയാണുള്ളത്? അത് തീർത്തും മതം തടഞ്ഞു വെച്ചിരുന്നു, നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് അള്ളാഹുവിനോട് പറയുക, പ്രാർത്ഥിക്കുക, നന്മയിലാക്കുവാൻ, സ്വർഗം നേടിയെടുക്കാൻ, ആ വിധത്തിലുള്ള നല്ലൊരു അവസ്ഥ കൈവരാൻ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ആ വിധത്തിൽ അള്ളാഹുവിനോട് ഏകനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന മനസ്സോടുകൂടി ജീവിച്ച് തൗഹീദിൻ്റെ വാഹകരായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله.